ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പഠിക്കുവാനും കേൾക്കുവാനും ആഗ്രഹമുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിൻ്റെ 2-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊന്നൊരു 15 ക്ലാസ്സോളം നമ്മൾ 1 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിലായി. ഇന്ന് രാത്രികാലം 16, 17, 18 വാക്യങ്ങൾ നമുക്ക് വായിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. ഞാൻ വായിക്കാം. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനും ആകുന്നു. നമ്മൾ വായിച്ച വേദഭാഗം കഴിഞ്ഞ ആദ്യത്തെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഈ വിഷയം ഞാൻ പറഞ്ഞു വന്നതാണ്. ഈ വേദഭാഗത്താണ് ആദ്യമായിട്ട് യേശു കർത്താവിൻ്റെ ഭൂമിയിലുള്ള ശുശ്രൂഷയെ മഹാപുരോഹിത ശുശ്രൂഷ എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് വിവരിക്കുന്നത് ഈ 17-ാം വാക്യത്തിലാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളിൽ യേശു കർത്താവ് ജഡത്തിൽ ഈ ഭൂമിയിൽ വന്നത് എന്തിനാ എന്നുള്ളൊരു ചോദ്യമാണ് ഈ 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഒറ്റ ഉത്തരമെന്ന് പറയുന്നത് യേശു കർത്താവ് ജഡത്തിൽ വന്നത് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെന്ന് നമുക്ക് സിമ്പിൾ ഒറ്റ വാക്കിൽ പറയാം. എന്നാൽ ആ വീണ്ടെടുപ്പിനകത്ത് അടങ്ങിയിരുന്ന, തൻ്റെ മനുഷ്യത്വത്തിൽ അടങ്ങിയിരുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 8ഓളം കാര്യങ്ങൾ നമ്മൾ ഈ വേദഭാഗത്തു നിന്ന് ആദ്യത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ ഇതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഞാൻ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ബൈബിൾ ക്ലാസ്സായിട്ട് കടന്നു വരുന്നത്. ബൈബിളിലുള്ള എല്ലാവർക്കും നോക്കാം. 2-ാം അധ്യായത്തിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ 5 മുതൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നേരത്തെ ക്ലാസ്സുകളിൽ അത് എടുത്തതാണ്. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യകുലത്തിൻ്റെ പുനഃസ്ഥാപനം, ദൈവിക പദ്ധതി, പർപ്പസ് ടു ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ് ഫോർ മാൻ, അല്ലെങ്കിൽ റീസ്റ്റോർ ദ ഹ്യൂമൻ മനുഷ്യരെയും റീസ്റ്റോർ ചെയ്യുന്ന, പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നാമത് കർത്താവ് വന്നത്. അവിടെ നമ്മൾ ആ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇപ്പോൾ സകലതും കീഴ്പ്പെട്ടിട്ടില്ല, കീഴ്പ്പെടാത്തതായി കാണുന്നു. നമ്മൾ അതിൻ്റെ 8 മുതൽ 8-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ അതിനെ വീണ്ടും കീഴാക്കി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് താൻ മനുഷ്യത്വം എടുത്തതെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ വായിച്ചു. 2ാമത് നമ്മൾ വായിച്ചതിൻ്റെ 9-ാം വാക്യത്തിൽ 9-ന്റെ 2-ാം ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ, ടു ടേസ്റ്റ് ഡെത്ത് ഫോർ ഓൾ. അതാണ് നമ്മൾ 2ാമത് വായിച്ചത്. താൻ മനുഷ്യനായി തീർന്നത് ഒന്ന് നമ്മൾ വായിച്ച റീസ്റ്റോർ, മനുഷ്യകുലത്തിൻ്റെ പുനഃസ്ഥാപനം. പിന്നെ 2ാമത് നമ്മൾ വായിച്ചത് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ. 3ാമത് നമ്മൾ പഠിച്ചത് 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ, ആൻഡ് ബ്രിങ് മെനി സൺസ് ടു ഗ്ലോറി, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. 4ാമത് നമ്മൾ പഠിച്ചത് അതിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 14-ന്റെ അവസാനവും 15-ന്റെ ആദ്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നുണ്ട്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നിർവീര്യമാക്കുന്നതിന് വേണ്ടി, മലയാളത്തിൽ നീക്കുന്നതിനാണെങ്കിലും നിർവീര്യമാക്കുന്നതിന്, പിശാചിൻ്റെ അധികാരങ്ങൾ എടുത്തു കളയുന്നതിന് വേണ്ടി അവൻ വന്നു. ഞാൻ പറഞ്ഞ ഈ വന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ നമ്മളെ പ്രായോഗികമായി ക്രിസ്തീയ ജീവിതത്തിലേക്ക് ആഴത്തിൽ കർത്താവിനോടുള്ള സ്നേഹബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ മതിയായ കാരണങ്ങളാണ്. 5ാമത് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 15-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത്, മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നിങ്ങൾ ഈ വായിച്ച ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, 1ാമത് നമ്മൾ വായിച്ചത് മനുഷ്യകുലത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ കീഴ്പ്പെടാതെ കിടന്നതിനെ എല്ലാം കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. കീഴ്പ്പെടാതിരിക്കുന്നതിനെ കീഴ്പ്പെടുത്തുവാൻ ക്രിസ്തുവിൽ കൂടെ എല്ലാം അങ്ങനെ അവൻ ആക്കി തീർക്കുന്നതിന് വേണ്ടി അവൻ വന്നു. 2ാമത് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ, ഹി ടേസ്റ്റഡ് ഡെത്ത് ഫോർ ഓൾ പേഴ്സൺ. ഈ മരണം എന്ന് പറയുന്നത് നമുക്കറിയാം നിത്യനാശം, നിത്യമരണം.
നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി അവന് ആ മരണം ആസ്വദിച്ചു. നമ്മൾ സങ്കീർത്തനം 22 വായിക്കുമ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് നിലവിളിച്ച് ആ നരകത്തിൻ്റെ സകല വേദനകളും താൻ അനുഭവിച്ച് നമുക്ക് പകരക്കാരനായി അവൻ മരണം ആസ്വദിച്ചു, നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി. മൂന്നാമത് വായിച്ച് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. നമ്മളെല്ലാം ആ പുത്രന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാ. തേജസ്സിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിരുന്നു. വി ഹാവ് ടു ബി ചേഞ്ച് ടു ദ ക്യാരക്ടർ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ ആ നടത്തുന്നതിന് വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അക്കൂട്ടത്തിൽ നമ്മളെല്ലാവരും അതേ തേജസ്, ചില ഭാഗത്ത് വായിക്കുന്നുണ്ട് പൗലോസ് പറയുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. ദൈവത്തിന് അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ലോക മനുഷ്യരിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്ന കാര്യം ദൈവമക്കളുടെ സ്വഭാവമാണ്. ഞാനത് പണ്ട് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ഓർമ്മ വന്നോളൂ, പെട്ടെന്ന് പറയുക. ശത്രുവിനെ സ്നേഹിക്കുവാൻ ലോക മനുഷ്യന് പറ്റത്തില്ല. ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, സ്നേഹിക്കാൻ പറ്റത്തില്ല. ശത്രുവിന് വിശക്കുമ്പോൾ തിന്മാൻ കൊടുക്കാൻ ലോക മനുഷ്യന് പറ്റത്തില്ല. ശത്രു നശിക്കുമ്പോൾ അത് സന്തോഷിക്കാൻ ലോക മനുഷ്യന് പറ്റും, അവൻ അങ്ങനെ വരണമെന്ന് പറയും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവനെ സ്നേഹിക്കുവാനും അവനെ കരുതുവാനും സാധിക്കണം. അതാ ഞാൻ പറഞ്ഞത്, സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് വചനം പറയുന്നത് പോലെ അതിനുള്ള ശക്തി നമുക്ക് തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ലോകമനുഷ്യൻ നമ്മളെ നോക്കി പറയണം, നമുക്കില്ലാത്ത, ലോകമനുഷ്യനില്ലാത്ത ഒരു പ്രത്യേകത ഉള്ളവരാണ് ദൈവമക്കൾ എന്ന് അവർ പറയത്തക്ക നിലയിൽ ദൈവം നമ്മളെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. അതുപോലെ നമ്മൾ നാലാമതായിട്ട് വായിച്ചത്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നിർവീര്യമാക്കി അവൻ്റെ അധികാരം മുഴുവൻ എടുത്തു കളഞ്ഞു. ഇന്ന് രാത്രികാലവും പിശാചിനെ ഭയപ്പെടുന്നവരല്ല നമ്മൾ. അധികാരമില്ലാത്ത പിശാച് അധികാരം കവർന്നെടുക്കുവാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ മേൽ നമ്മൾ ജയാളികളാകണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ അത് വിശദമായിട്ട് പഠിപ്പിച്ചതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിശാചിൻ്റെ അധികാരം കാൽവറി ക്രൂശിൽ താൻ സകലതും നിർവീര്യമാക്കി അവനെ പരസ്യ കോലമാക്കി കാഴ്ചയാക്കി. ഇന്ന് പിശാചിന് യാതൊരുവിധ അധികാരവുമില്ല. അവൻ്റെ അധികാരം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്ന അധികാരമാണ്. ദാവീദ്, ഞാൻ ഉദാഹരണം പറഞ്ഞു, ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഗോലിയാത്തിൻ്റെ വാൾ തന്നെ ഊരിയിട്ട് ഗോലിയാത്തിൻ്റെ കഴുത്ത് വിട്ടുകയായിരുന്നു. ഇതുപോലെ പിശാച് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ദൈവം നൽകിയ അധികാരത്തെ കവർന്നെടുത്തിട്ട് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി, അവൻ അധികാരമില്ലാത്തവനാ. എന്നിട്ട് 5-ാം വാക്യത്തിൽ വായിക്കും, മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നമുക്ക് ലഭിക്കേണ്ട ഒരു ഡെലിവറൻസ് ആണ് മരണഭീതിയിൽ നിന്ന്. അത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ആ മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഇന്ന് രാത്രികാലം നമ്മളെ സംബന്ധിച്ച്, ഒരു ദൈവമകനെ സംബന്ധിച്ച്, നിത്യതയിൽ പ്രത്യാശിക്കുന്ന ദൈവമകനെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ മാത്രമാണ്. ഹല്ലേലൂയ. ഈ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക്, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക. ആ നിലയിലേക്കുള്ളൊരു ചേഞ്ചാണ്. ഞാൻ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരാം. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 16-ാം വാക്യം ഒന്ന് വായിക്കാം. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. നമ്മളിങ്ങനെ മതി, അത് മാത്രം മതി. ഇങ്ങനെ ആ വാക്യം വായിക്കുന്നത് യേശു കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ അടുത്ത കാര്യം വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാ. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. For verily he took not on him the nature of angels, but he took on him the seed of Abraham. ഇത് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വ്യത്യാസമായിട്ട് തോന്നും. എന്നാൽ സംരക്ഷണം ചെയ്യുവാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇച്ചിരൂടെ അവന് അബ്രഹാമിൻ്റെ സന്തതിയുടെ നേച്ചർ എടുത്തെന്നാണ് ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഇവിടെ വായിക്കുന്ന അബ്രഹാമിൻ്റെ സന്തതി എന്ത് ചെയ്യാനാണ്? സംരക്ഷണം ചെയ്യുവാനാണ് അവൻ വന്നത്. നമ്മൾ ഇതിനു മുമ്പിലത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ദൂതന്മാരെ പറ്റിയും പറയുകയാണ്, അബ്രഹാമിൻ്റെ സന്തതിയെ പറ്റിയും പറയുകയാണ്. നമ്മൾ ആദ്യം വായിച്ചു, ഈ ദൂതന്മാരെക്കാളും വലിയവനായ ക്രിസ്തുവിനെ പറ്റി നമ്മൾ വായിച്ചു. എന്നിട്ട് മനുഷ്യനെ പറ്റി പറയുന്നത് നമ്മൾ പറയുന്നു. അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, മനുഷ്യപുത്രൻ ഇങ്ങനെ വായിക്കുന്നത് അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ, നീ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനം അവനെ എന്ത് ചെയ്യുന്നു? അണിയിച്ചിരുന്ന ദൂതന്മാരെക്കാൾ അല്പം താണ നിലയിലുള്ള
അവരെ സംരക്ഷണം ചെയ്യുവാനാണ് കർത്താവ് വന്നത് നമ്മളിവിടെ വായിക്കുന്നത്. എവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സംരക്ഷണം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും ഇല്ല കേട്ടോ. അത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. സംരക്ഷണം ആർക്കില്ല? സകല മനുഷ്യർക്കുമില്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? അബ്രഹാമിന്റെ സന്തതിക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഈ ചില ആൾക്കാർ ചിന്തിക്കുക അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുമ്പം ആരാ അബ്രഹാമിന്റെ സന്തതി? ഈ യഹൂദനോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് പിതാവായിട്ട് ആരുണ്ട്? അബ്രഹാം ഉണ്ടെന്ന് പറയും. എന്നാൽ അതിന് രണ്ട് തലമുണ്ട്. യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ പൗലോസ് പറയുമ്പോൾ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് വിശ്വസിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അബ്രഹാമിന്റെ സന്തതികൾ. ഒരു വാക്യം ഒന്ന് വായിച്ചോ. നമുക്ക് അത് വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 6 and 7. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളൊന്ന് വായിച്ചോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവി. ശ്രദ്ധിക്കുക, ഇവിടെ ഈ യഹൂദൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് പിതാവായിട്ട് ആരുണ്ട്? അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് യേശു കർത്താവിന്റെ അടുത്ത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വാദിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. എന്നാൽ പൗലോസ് വിശദീകരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ആരാ? വിശ്വാസികൾ. നമ്മളിങ്ങനെ വായിച്ച വാക്യത്തില് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. അത് കാര്യം ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, ഇവരെ സംരക്ഷണം ചെയ്യുവാനാണ് ആര് വന്നത്? നമ്മൾ വായിച്ച വാക്യത്തിൽ. അതുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്നുകൂടെ 2-ന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നത് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്കത് ബോധ്യപ്പെടുത്തിയിട്ട് പിന്നീട് അടുത്ത വാക്യം 17-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ കൂടെ യേശു കർത്താവ് ജഡത്തിൽ വന്നതിന്റെ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഈ നമ്മളെ സംരക്ഷിക്കാനായിട്ട് വന്നതുകൊണ്ട് അവൻ എങ്ങനെ ജഡത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷില് 17 മലയാളത്തിൽ വായിച്ചു. 17-ാം വാക്യം തുടങ്ങുന്നു വായിച്ചേ. അതുകൊണ്ട് ജനത്തിന്റെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ശ്രദ്ധിക്കുക, 17-ാം വാക്യം തുടങ്ങുന്നത് ഇംഗ്ലീഷ് വായിക്കുന്നത് therefore in all things he had to be made like his brethren. എല്ലാ വിഷയത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ വേണമായിരുന്നു. that he might be a merciful and faithful high priest in things pertaining to God to make propitiation for the sins of the people. അതുകൊണ്ട് 17-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെ, അതുകൊണ്ട്. എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞു അതുകൊണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കണം? എന്തുകൊണ്ട്? therefore എന്ന് പറയുമ്പോൾ എന്താ? തൊട്ട് പുറകിൽ പറയുന്ന വാക്യത്തിൽ പറയുക, സംരക്ഷണം ചെയ്യുവാൻ വന്നത് ആരെയാണ്? അബ്രഹാമിന്റെ സന്തതിയെയാണ് സംരക്ഷണം ചെയ്യാൻ വന്നത്, ദൂതന്മാരെ അല്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണമായിരുന്നു? അവിടാണ് നമ്മൾ ഈ വായിച്ച ഈ താൻ ജഡത്തിൽ വന്നതിന്റെ ഇൻകാർണേഷന്റെ നെസസിറ്റി എന്താണ്? താൻ മനുഷ്യത്വം എടുത്തതിന്റെ നെസസിറ്റി നമ്മളിപ്പം 5 കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നാൽ ഇനിയുള്ള 2 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഈ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, എന്ത് ചെയ്തു? അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന എങ്ങനെയാണ്? അതുകൊണ്ട് എന്ത് ചെയ്തു? അത് തന്നെ, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ, പരിഹാരം വരുത്തുവാൻ എന്ത് ചെയ്തു? അവൻ അതെ. അന്നേരം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അടുത്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന് intend to make propitiation for the sin. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ ഭൂമിയിൽ വന്നു. എന്തിനാ? പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ ഭൂമിയിൽ വന്നെന്ന് പറയുന്നത് പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ ഭൂമിയിൽ വന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പൊ വായിച്ചത് 5 കഴിഞ്ഞ് 6-ാമത്തെ കാര്യം അതാ വന്നത്. അവൻ അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി. അങ്ങനെ അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കാൻ വേണ്ടി അവൻ വന്നാൽ അതിനകത്ത് എന്ത് ചെയ്യണം? അടുത്തവൻ പാപത്തിന്റെ പരിഹാരം വരുത്തണം. അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്ന രക്ഷ എന്താകത്തില്ല? പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് ഒന്നാമതാ വായിച്ചത് അവൻ പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തുവാൻ. നമ്മൾ ആ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു. അതുകൊണ്ട് പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ. പിന്നെ രണ്ടാമത് വായിക്കുന്നത് ടു ബിക്കം എ ഹൈ പ്രീസ്റ്റ്. എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി മഹാപുരോഹിതൻ ആയി തീർന്നു.
നമ്മൾ ആ വിഷയമാണ്. കാര്യം എബ്രായ ലേഖനം മുഴുവൻ പഠിപ്പിക്കുന്നത് യേശു കർത്താവിൻ്റെ മഹാപൗരോഹിത്യം എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ. അതുകൊണ്ട് ഇവിടെയാണ് ആദ്യമായിട്ട് പുതിയ നിയമത്തിൽ യേശു കർത്താവിനെ മഹാപുരോഹിതൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അവിടെ തൊട്ട് പറയുകയാണ് ഇനിയും ഈ മഹാപുരോഹിതൻ ആകണം. എന്തുകൊണ്ടാണ്? ഒന്നുകൂടെ ഓർത്തോണം, മറന്നു പോകല്ല. എന്തുകൊണ്ടാ? അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കണമെങ്കിൽ ഒന്ന് അവന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തണം. രണ്ടാമത് അവൻ എന്തായി തീരണം? മഹാപുരോഹിതനായി തീരണം. പിന്നെ മൂന്നാമത് ആ വിഷയം കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ വിഷയത്തിലേക്ക് വരാം. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത് അതിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകും. മൂന്നാമത് കാണുന്നവൻ ജഡമെടുത്ത് എന്തിനാ? പരീക്ഷിക്കപ്പെടുന്നവരെ എന്ത് ചെയ്യണം? സഹായിക്കണം. അതിൽ അബ്രഹാമിന്റെ സന്തതിയെ നമ്മൾ വായിച്ച ആ വാക്യത്തിൽ വായിച്ചതുപോലെ അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ അവന് വേണ്ടുന്ന 3 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമ്മൾ കണ്ടു. ഒന്ന്, നമ്മൾ കണ്ടത് അവൻ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തണമായിരുന്നു, അവൻ വിശ്വസ്ത മഹാപുരോഹിതനാകണമായിരുന്നു. മൂന്നാമത് നമ്മൾ വായിച്ചത് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനുമാകണമായിരുന്നു. ഇത് 3 നമ്മൾ വായിച്ചതുപോലെ തന്നെ രക്ഷിക്കാൻ മതിയായവന്. ഇതെങ്ങനെ ആയി എന്നുള്ളതാണ് പിന്നെ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദമായിട്ട് പല ഭാഗങ്ങളും കോട്ട് ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം, യേശുക്രിസ്തു കർത്താവ് നമുക്ക് എങ്ങനെയാണ് അവൻ നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണം നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടത്, നമ്മളെപ്പോലെ എല്ലാ ടു ഓൾ എക്സ്റ്റെന്റ് നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി, പാപങ്ങളുടെ പ്രായശ്ചിത്തം വരുത്തുന്നതിന് വേണ്ടി. അങ്ങനെ നമ്മൾ വായിച്ചതുപോലെ അവൻ നമുക്ക് വേണ്ടി നമ്മളെ വിടുവിക്കാൻ, സംരക്ഷണ ചെയ്യുവാൻ അവൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ ഈ 3 കാരണം വായിച്ചതിനകത്ത് ഒന്നാമത് ഞാൻ വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോ, 17-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ശ്രദ്ധിച്ചേ, അവന്റെ നെസസിറ്റി എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഓൾ തിങ്സ് ഹി ഹാഡ് ടു ബി മെയ്ഡ് ലൈക്ക് ഹിസ് ബ്രദറൻ. സകലത്തിലും തന്റെ സഹോദരന്മാരോട് എന്താകണം? സദൃശ്യനാകണം. യേശു കർത്താവ് ഒരു ദൂതനായിട്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. യേശു കർത്താവിന് ദൈവമായിട്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. യേശു കർത്താവിന് എങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ? സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് എന്താകണം? സദൃശ്യനാകണം. നമ്മൾ സഹോദരനായത് എങ്ങനെയാണെന്ന് നമ്മൾ വായിച്ചു. അത് ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഏക പിതാവായതുകൊണ്ട് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും. അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു പിതാവായതുകൊണ്ട് എല്ലാവർക്കും സഹോദരന്മാരാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 12-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ നാമത്തെ സഹോദരന്മാരെ കീർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ നമുക്ക് വേണ്ടി ഒരു സഹോദരനായി തീർന്നതിനെ പറ്റി നമ്മളത് വിശദീകരിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സകലത്തിലും നമുക്ക് സദൃശ്യനാകണമെങ്കിൽ യേശു കർത്താവിന് ആ മനുഷ്യത്വം എടുത്തേ പറ്റുള്ളൂ. നമ്മളെ രക്ഷിക്കണമെങ്കിൽ, അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കണമെങ്കിൽ അവന് വേണ്ടുന്ന ഏറ്റവും വലിയ കണ്ടീഷൻ എന്ന് പറയുന്നത് സഹോദരന്മാരോട് സദൃശ്യനായി തീരണം. അന്നേരം ഇതിനകത്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സദൃശ്യനാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ സദൃശ്യനാണ്? നമ്മുടെ രൂപത്തിൽ സദൃശ്യൻ മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, എങ്ങനെയാണ്? തൻ്റെ സകലത്തിലും എന്തായിരിക്കണം? തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരണം. അതുപോലെ കർത്താവ് എങ്ങനാണോ നമ്മളായിരിക്കുന്നത് അതേ നിലയിൽ സദൃശ്യനായി. എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത് പരീക്ഷിക്കപ്പെട്ടവനായി. അത് നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ഞാൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് തന്നെ സഹോദരന്മാരുടെ സദൃശ്യനാകണമെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ജഡത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷകളും നേരിട്ട് നമുക്ക് സദൃശ്യനായി, എന്നിട്ട് അത് മനസ്സിലാക്കി നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായി നമ്മളെ എന്ത് ചെയ്യും? നമ്മൾ വായിച്ചതുപോലെ തന്നെ നമ്മളെ സംരക്ഷണ ചെയ്യുന്നതിന് വേണ്ടി അവൻ വന്നത്. നമുക്കതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ വിളിക്കുന്ന കർത്താവ് നമ്മുടെ ഏത് വേദനകളും ഏത് പ്രശ്നങ്ങളും
അതിൻ്റെ എക്സ്റ്റെൻഡ് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയിൽ നിലവിളിക്കുമ്പോൾ നിൽക്കുന്ന കർത്താവിനെ കാണാം. എന്താ അറിയോ? അവർക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവന്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുമ്പോൾ താൻ അവിടെ നിൽക്കുമായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ലാസറിന്റെ കല്ലറയ്ക്കൽ അവിടെ വരുമ്പോൾ ആ കണ്ണുനീർ വാർക്കുന്നൊരു കർത്താവിനെ കാണാം. കാര്യം നമുക്ക് തുല്യമായിട്ട് കർത്താവിന് എല്ലാം ഉണ്ടായിരുന്നു. അറിയാം, വിശപ്പുണ്ടായിരുന്നു, തനിക്ക് ദാഹമുണ്ടായിരുന്നു, അതുപോലെ തന്നെ തനിക്ക് വേദന അനുഭവിക്കുമായിരുന്നു. തൻ്റെ ഹൃദയം വേദനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ചേർത്തോട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുല്യമായി സകലത്തിലും നമുക്ക് സദൃശനായി തീർന്നു. അവന് ഭവനം വേണമായിരുന്നു, താമസിക്കാൻ എല്ലാ കാര്യങ്ങളും വേണമായിരുന്നു. ലോക നിയമങ്ങൾക്ക് അവൻ കീഴ്പ്പെട്ടവനായിരുന്നു. കരം കൊടുക്കേണ്ടിടത്ത് അവൻ കരം കൊടുത്തിരുന്നു. ഞാൻ പറയാം, സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി. എന്നും അങ്ങനെ ആയതുകൊണ്ട് നമ്മളെ സഹായിപ്പാൻ, നമ്മൾ വാക്യത്തിൽ വായിച്ചതുപോലെ തന്നെ നമ്മളെ സംരക്ഷണ ചെയ്യുവാൻ, നമ്മളെ സഹായിക്കാൻ, അതിനുവേണ്ടിയാണ് അവൻ കടന്നു വന്നത്. അതുകൊണ്ട് therefore വായിച്ച വാക്യത്തില് അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? നമുക്ക് അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കഴിവുള്ളവനായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഈ വായിച്ച വാക്യത്തിൽ ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എങ്ങനെ അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, മലയാളത്തിൽ വായിച്ച ഒന്നുകൂടെ ആ വാക്യത്തിന്റെ 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നത്, അല്ല 17-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം ഒന്നുകൂടെ വായിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവൻ. മതി. ഇങ്ങനെ ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ എന്തുള്ളവനാ? കരുണയുള്ളവനാ. ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ കരുണയുള്ളവൻ മാത്രമേ മറ്റൊരുവന്റെ വിഷയം അറിയാൻ പറ്റത്തുള്ളൂ. ഈ ചില ആൾക്കാർ നമ്മൾ പറയുന്നുണ്ട്, ഈ ചില മന്ത്രിമാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പേരിന് വന്നിട്ട് ഈ അവരുടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക റോഡിലെന്ന് വിചാരിക്കുക. ആ പണി നടക്കുന്നുണ്ട്, ഈ മന്ത്രി ഇങ്ങോട്ട് വന്ന് വെറുതെ വണ്ടി നിർത്തി ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ചാക്ക് സിമെൻ്റൊക്കെ പൊക്കുന്ന പോലെ കാണിച്ച് ഫോട്ടോ എടുത്തിട്ട് പേപ്പറിലിട്ടിട്ട് മന്ത്രി വന്നു അവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുമെന്ന് പറയുന്ന പോലെയല്ല. മറിച്ച് അവരെ പോലെയായി അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവരുടെ പ്രശ്നം അറിയത്തുള്ളൂ, അവരുടെ വേദന അറിയത്തുള്ളൂ. ഞാൻ പറയാം, മദർ തെരേസയൊക്കെ, ഞാനിങ്ങനെ ഇന്ന് രാവിലെ ഇത് വചനം ചിന്തിച്ചപ്പോൾ മനസ്സിലായി, മദർ തെരേസയൊക്കെ കൽക്കട്ടയിൽ ചെന്ന് അവിടെ തോട്ടിപ്പണി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തോട്ടിപ്പണി ചെയ്ത് അവരുടെ വേദനകളെ അറിഞ്ഞ് അവരുടെ രക്ഷകയായിട്ട് മദർ തെരേസ മാറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുണ ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. അതെങ്ങനെ നമുക്ക് വെളിയിൽ നിന്ന് അതും ഇതൊക്കെ പറയാൻ പറ്റും കേട്ടോ, വേണമെങ്കിൽ അടിച്ച് നമുക്ക് പ്രാർത്ഥിച്ചോ ഒക്കെ അച്ഛാ പ്രാർത്ഥിച്ചോളാം. പക്ഷേ നമുക്ക് കരുണ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ കരുണയുള്ളവനാവും. ഇത് കർത്താവിനെ പറ്റി പറയുന്നത്, തൻ്റെ സഹോദരന്മാരോട് സകലത്തിലും സദൃശ്യനായി. അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പറയുമ്പോൾ നിലവിളിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സകലത്തിലും അതിന്റെ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായത്തില് 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ശ്രദ്ധിച്ചു, അവിടെ വാക്ക് ശ്രദ്ധിച്ചു വേണം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. വായിച്ചോ. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, സകലത്തിലും. എല്ലാരും ഒന്ന് തന്നെ മനസ്സിലൊന്ന് പറഞ്ഞോ, സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനാ. അതുകൊണ്ട് അടുത്ത വാക്യം എന്താ പറയുന്നേ? അതുകൊണ്ട് കരുണ ലഭിപ്പാൻ. ശ്രദ്ധിച്ചു നോക്കിയേ, സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനായ കൊണ്ട് നമുക്കുള്ള ഗുണം എന്താ? കരുണ ലഭിപ്പാൻ. വായിച്ചോ. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. നമ്മൾ എങ്ങനെ കൃപാസനത്തിനടുത്ത് ചെല്ലുന്നത്? ഇപ്പൊ ഞാൻ പറയാം, ഈ ഒരു വലിയ നമ്മുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ രാജാവിനടുത്തില്ല, അയ്യോ ഞങ്ങൾക്ക് ഇന്ന വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന രാജാവിനൊന്നും ആ മന്ത്രിയോട് പറയും എന്തെങ്കിലും ചെയ്യാന്ന് പറയും. നമ്മുടെ കർത്താവ് അങ്ങനെ അല്ലെന്നാ പറഞ്ഞത്. അവൻ എന്താ നമ്മൾ ഈ വായിക്കുന്നത്? അവന് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മളെപ്പോലെ സകലത്തിലും നമുക്ക് തുല്യനായി തീർന്നവനാ. അതുകൊണ്ടാണ് നമ്മൾ ഈ വായിച്ചത്, തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ട്
നമുക്കെല്ലാം ഏറ്റവും വലിയ ഹോപ്പ് എന്നറിയാമോ? അതുകൊണ്ട് നമുക്ക് തക്ക സമയത്ത് ആ വായിച്ച വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കരുണ ലഭിപ്പാനും തൽസമയത്ത് നമ്മുടെ ഡ്യൂ ടൈമില് ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ. അച്ഛാ, ചില ആൾക്കാർ പറഞ്ഞില്ലേ, അച്ഛാ എൻ്റെ ഈ വിഷയം പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാകുമെന്നല്ലേ. ചില ആൾക്കാരുടെ അവരുടെ ജീവിതത്തിന്റെ വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നുണ്ടേ, ഓ ഭയങ്കര പ്രശ്നമാച്ചാ ഇത്. ഞാൻ അവരോട് എന്ന് പറഞ്ഞാൽ അവർക്കെന്താ, അവർക്ക് മനസ്സിലാവുമോ? ഓ അവർക്ക് മനസ്സിലാകാനൊന്നും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വിഷയം അറിഞ്ഞിട്ടില്ല. അമേരിക്കയിൽ നിന്ന് വന്ന നാട്ടില് ഈ ശുശ്രൂഷ നാട്ടിൽ വന്നിട്ട് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അമേരിക്കൻ തെറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്നവരുടെ കൂട്ടത്തിലൊക്കെ പോകാൻ വേണ്ടി കാണാൻ വേണ്ടി പോകുന്നതാണ്. നമ്മളിവിടെ വരുന്ന പാസ്റ്റേഴ്സൊക്കെ നമ്മളെ വിളിക്കുക, ശുശ്രൂഷ കാണാം, നമ്മളോട് ചെല്ലുന്നുണ്ട് എവിടെ ശുശ്രൂഷയ്ക്ക് എന്ന് ഒരു സഹായമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞു പോകും. എന്നാൽ അവിടെയുള്ള ദൈവദാസന്മാർ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് തോന്നുന്ന പോലുള്ള ഒരു കരുണ വെളിയിൽ നിന്ന് വരുന്നവർക്ക് എന്ത് ചെയ്യത്തില്ല. അവരൊരു ട്രിപ്പൊക്കെ അടിച്ചു പോകുന്ന പോലെ പോയി ഒരു ടൂറിസ്റ്റൊക്കെ പോകുന്ന പോലെ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കരുണ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അവിടെയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാം. ഞാൻ പറയാം, നമ്മൾ ഒരു ദൈവമകനെ സംബന്ധിച്ച് ഞാൻ ഈ കർത്താവ് ഇനി നമ്മൾ പഠിക്കാൻ വരുമ്പോഴാണ് നമ്മളും പുരോഹിതന്മാരാ, നമ്മളും പൗരോഹിത്യമുള്ളവരാ. നമ്മൾ പറയുന്നത് നമ്മളെന്ത് ചെയ്യും, രാജകീയ പുരോഹിത വർഗമെന്നാണ് നമ്മളെ പറ്റി പറയുന്നത്. കർത്താവിനെ പോലെ നമ്മളും നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ വിഷയത്തിൽ കരുണയുള്ളവനാകണമെങ്കിൽ, ഒരുവന്റെ ബലഹീനതയിൽ കരുണ കാണിപ്പാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പോലെ സദൃശനാകണം. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ താണു ചെന്ന് അവരോടുകൂടി നമ്മളായിരിക്കണം. ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, ചില വലിയ ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ച ഒരു വ്യക്തിക്ക്, ഒരു ക്യാൻസർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ വേദന അവനറിയാം. ഒരു വലിയ വിഷമത്തിന്റെ സന്തതിയിൽ നിന്ന് വലിയ ഒരു കടക്കണിയിൽപ്പെട്ട് അതിൽ നിന്ന് ദൈവകൃപയാൽ സൗഖ്യം ലഭിച്ചവന് കടക്കണിയുടെ മെന്റൽ പ്രഷർ, കടത്തിലായിരിക്കുമ്പോൾ അതിനകത്തുനിന്നുള്ള ജയത്തെപ്പറ്റി അവന് വെളിയിൽ നിൽക്കുന്നവന് ഒരു പ്രശ്നവും ഈസിയാ പറയാൻ. അച്ഛാ ഞാനൊന്ന് പ്രാർത്ഥിച്ചേക്കാം, ഇങ്ങോട്ട് വാ, കയറി നിന്ന് തലയെ കൈ വെച്ചൊന്ന് കൂലിക്ക് പ്രാർത്ഥിച്ച്, അതല്ല. മറിച്ച് പ്രതിസന്ധിക്കകത്ത് കരുണയും ആ ബലഹീനതയിൽ നമ്മൾ വായിച്ചതുപോലെ സഹതാപം കാണിക്കണമെങ്കിൽ, ഒരുവൻ പറയുമ്പോൾ ആ കരുണ നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ ഈ സാഹചര്യത്തിൽ കൂടി കടന്നു പോകണം. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ഞാൻ പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ഓരോ ചവിട്ടുപടികളാണ്. ഒരു കൂട്ടു സഹോദരൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ, അവന്റെ പ്രതിസന്ധി നമ്മൾ അറിയുമ്പോൾ, അവന്റെ വിഷമം അറിയുമ്പോൾ, പുറത്തുനിന്ന് നമുക്ക് കുറ്റം പറയാൻ എളുപ്പമായിരിക്കും. അവനോട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷെ അവന്റെ മെന്റൽ പ്രഷർ അനുഭവിക്കണമെങ്കിൽ അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ പറ്റി നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിന് നമുക്ക് ചിലപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള വിഷയം, നമുക്ക് പലപ്പോഴും ഉള്ള സിമ്പതിയാ. ഒരാൾ അയ്യോ എൻ്റെ അച്ഛാ അവന് വലിയ വിഷയം, നമുക്ക് സിമ്പതി തോന്നും. കർത്താവിന് സിമ്പതി അല്ലായിരുന്നു, കർത്താവിനുള്ള എമ്പതി ആയിരുന്നു. എമ്പതി എന്ന് പറയുന്നത് അവരുടെ സ്ഥാനത്ത് കർത്താവ് നിന്നിട്ട് അനുഭവിച്ചതിൽ നിന്ന് അവരോട് പറയുന്നതാ. ഞാൻ പറയാം, നമ്മൾ ദൈവമക്കള് അങ്ങനെയുള്ളവരാകണം. ഞാൻ പറയാം, നമ്മുടെ സഭയിലൊക്കെ നമ്മൾ പലരുടെയും വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അതുപോലെ പലർക്ക് വേണ്ടി നമ്മൾ സഹായങ്ങൾ, ഞാൻ നമ്മുടെ സഭയിലുള്ള പലരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവരുടെ വിഷമസന്ധി അറിയുമ്പോൾ മനസ്സ് തുറന്ന് സഹായിക്കാൻ വേണ്ടിയുള്ളൊരു ഹൃദയം ദൈവം കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയാം, അത് സാധാരണഗതിയിൽ അങ്ങനെ ലഭിക്കത്തില്ല. നമ്മൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം സ്റ്റിഞ്ചിയാ, എല്ലാം പിശുക്കന്മാരാ. അത് എവിടെ നിന്ന് കിട്ടിയാന്നറിയാം, ആദമിൽ നിന്ന് കിട്ടിയ പാപത്തിന്റെ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ സ്റ്റിഞ്ചിയാ, നമ്മളെല്ലാം കൊടുക്കാൻ പിടിച്ചു വെക്കുന്നവരാ. എന്നാൽ ഒരു ദൈവമകനാവുമ്പോൾ അവന്റെ ഉള്ളിൽ എന്ത് വരും, ഈ ദൈവസ്നേഹം കടന്നു വരുമ്പോൾ നമ്മൾ അറിയത്തില്ല. കാര്യം ഇതെന്ന് പറഞ്ഞാൽ കരുണ, അയ്യോ ഇതുപോലുള്ള വിഷയത്തിൽ കൂടെ ഞാൻ കടന്നു പോയതാ, അവനെ സഹായിക്കണോ, ഞാൻ സഹായിക്കാം. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, കരുണയുള്ളവനായ കർത്താവ്. നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, നമുക്കും ചെന്ന് വിഷയം വരുമ്പോൾ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ ലോക മനുഷ്യര് നമുക്ക് മുഖം മറച്ചേക്കാം. നമ്മൾ പറയുന്ന വേദന അവർക്ക് മനസ്സിലാക്കാൻ ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളിൽ കൂടെയുള്ള ഒരാള് എൻ്റെ പ്രതിസന്ധികള്, എൻ്റെ വിഷയങ്ങള് ഒക്കെ അറിയാവുന്ന. ഞാൻ പറയാം, എൻ്റെ പിതാവ് ചെറുപ്പത്തിൽ മരിച്ചു, 2 വയസ്സുള്ളപ്പോൾ ഞാൻ മരിച്ചു പോയതാ. അന്നേരം എന്നെ സംബന്ധിച്ച് അങ്ങനെ ചെറുപ്പത്തിൽ ആ കടന്നുപോയ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട്, അങ്ങനെ ഒരുവൻ പിതാവ് മരിച്ചുപോയ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനോട് എനിക്ക് സഹതാപം തോന്നും. കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്. അല്ലാത്തൊരു കേസ് എനിക്കറിയണമെന്നില്ല.
ഞാൻ പറഞ്ഞത് നമ്മൾ കടന്നുപോയ ഓരോ വിഷയങ്ങളിൽ കൂടാണ് നമ്മൾക്ക് ആ സഹതാപവും കരുണയും നമ്മുടെ ജീവിതത്തിൽ. കർത്താവിനെ പറ്റി പറയുമ്പോൾ കർത്താവ് നമുക്ക് മതിയായ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ലോക മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് രാത്രികാലം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങള്, നമ്മുടെ പ്രതിസന്ധികള്, നമ്മുടെ വേദനകള് പലതും ലോക മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് പറയുമ്പോൾ അവൻ പ്രാർത്ഥിച്ചേക്കാൻ വെച്ചാൽ നീ പൊക്കോന്ന് പറഞ്ഞ് വിടുമ്പോൾ ഞാനൊരു കാര്യം പറയാം, അവനത് അറിയണമെന്നില്ല. കാര്യം അവനതിൻ്റെ ആ ഒരു തീഷ്ണത അറിയത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകം അറിയാമോ, സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനാണ്. വിശ്വാസത്തോടെ പറഞ്ഞിട്ട് പറയാം, അവൻ എനിക്ക് പരിഹാരം നൽകും, തൽസമയത്ത് എനിക്ക് കൃപ പകർന്നു നൽകുന്ന ഒരു കർത്താവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഞാൻ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ജനത്തിന്റെ നമ്മൾ വായിച്ചത് 17-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്ത്, ജനത്തിന്റെ പാപപരിഹാരത്തിന്റെ പ്രായശ്ചിത്തത്തിനായി അവൻ കരുണയുള്ളവനായിരുന്നു. ഇന്ന് രാത്രികാലം അങ്ങനെയുള്ള ഒരു കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ പറയാം, കർത്താവ് എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള വലിയ കൃപ തരണേ എന്നൊക്കെ ഈ വലിയ പ്രാർത്ഥനാ വീരന്മാരാകുമ്പോൾ നമ്മളെ ദൈവം ഈ സാഹചര്യത്തിൽ കൂടെ എല്ലാം കടത്തി വിടും. അതുകൊണ്ട് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയേണ്ട ആവശ്യമല്ല. നമ്മളെ ഈ സാഹചര്യത്തിൽ കൂടെ എല്ലാം ദൈവം കടത്തി വിടും. ചിലപ്പോൾ വേദന അനുഭവിക്കും, കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത വേദന. ചില സമയത്ത് നമ്മൾ പ്രതിസന്ധികളില്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്, അടുത്ത ദിവസം എങ്ങനെ ആകുമെന്ന് അറിയാത്ത വിഷയങ്ങളില്, സാമ്പത്തിക പ്രതിസന്ധികളിലൊക്കെ നമ്മൾ കടന്നു പോയേക്കാം. പക്ഷെ ഇതിലെല്ലാം അറിയാമോ, അങ്ങനെ ഒരുവൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അറിയും അവന്റെ വേദന അനുഭവിക്കാനും കരുണയുള്ളവനായിട്ട് പ്രായശ്ചിത്ത നമുക്ക് പരിഹാരമായിട്ട് നമുക്ക് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതാണ് ഇന്ന് രാത്രികാലം ദൈവവചനം പറയുന്നത്. എന്നിട്ട് പറയുക, ഇവിടെ ഒരു കാര്യം നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ കരുണയുള്ളവനാണെന്ന് നമ്മൾ വായിച്ചത്. ഈ ഞാൻ പറഞ്ഞ എബ്രായ ലേഖനം എഴുതിയത് പ്രത്യേകിച്ച് യഹൂദ ക്രിസ്ത്യാനികളെ അനുബന്ധിച്ചിട്ടാണ്. അവർക്ക് ഈ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നതെന്നറിയാമോ, എല്ലാ ആണ്ടുതോറും അവരെന്ത് ചെയ്യുന്നുണ്ട്? ആണ്ടുതോറും അവര് ഈ മഹാപുരോഹിതൻ പാപപരിഹാരം അറ്റോൺമെന്റ് ഡേയില് അവിടെ ഒരു പാപപരിഹാര ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് അവരുടെ ഓർമ്മ വരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ മഹാപുരോഹിതന് പ്രത്യേകം നമ്മൾ പറയുമ്പോൾ ഈ പാപപരിഹാരം എന്നേക്കുമായിട്ട് വീണ്ടെടുപ്പ് നടത്തിയ നമ്മൾ വായിക്കുന്നത്, എന്നേക്കുമായിട്ട്. പക്ഷെ യഹൂദന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മഹാപുരോഹിതനെ പറ്റി പറയുമ്പോൾ പ്രായശ്ചിത്തമായിട്ട് നമ്മൾ വായിച്ച വാക്യത്തില് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ, പ്രൊപ്പീസിയേഷൻ ഫോർ ദ സിൻ, ദൈവം കർത്താവുണ്ട്. ഈ പ്രൊപ്പീസിയേഷൻ ഈ പാപപരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ സിമ്പിളായിട്ടൊറ്റ വാക്കാം അല്ലേ, പാപപരിഹാരം വരുത്തണമെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫോർഗീവ്നെസ് പ്ലസ് റിക്കൺസിലിയേഷൻ. ഒന്ന് പാപക്ഷമ കൊടുക്കണം, പിന്നെ അനുരഞ്ജിപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പാപപരിഹാരം പൂർണ്ണമാണ്. ക്ഷമിക്കുക മാത്രമല്ല, ഒന്നിപ്പിക്കുകയും കൂടെ ചെയ്യണം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണം ക്ഷമിച്ചിട്ട് പോവാം. ഞാൻ പറയുന്ന പോലെ ചില ആൾക്കാർ പറയുന്ന പോലെ ഞാൻ ക്ഷമിക്കാം പക്ഷെ മറക്കത്തില്ലെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വലിയ കുറ്റം ചെയ്തുകൊണ്ട് ക്ഷമിക്കും, പക്ഷെ പിന്നെ ബന്ധമൊന്നും കാണത്തില്ല, അവനെ ഞാൻ ക്ഷമിച്ചു വിട്ടു. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞ പാപപരിഹാരം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക മാത്രമല്ല, നമ്മളെ റീകൺസൈൽ ചെയ്യും, അനുരഞ്ജിപ്പിച്ച് കർത്താവിനോട് കൂടി ഒന്നാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പാപക്ഷമ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് 17-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വായിക്കുമ്പോൾ, 2-ാം ഭാഗം വായിച്ചു, ദൈവകാര്യങ്ങളിൽ വായിച്ചു. ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും മതി ആകേണ്ടതിന്. എങ്ങനെയാ പറഞ്ഞ ദൈവകാര്യത്തിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത് നമ്മൾ വായിച്ചു. ഇപ്പൊ 6-ാമത്തെ കാര്യം അവൻ നമുക്ക് വേണ്ടി ആയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ജനത്തിന്റെ പാപപരിഹാരത്തിനായിട്ട് അവൻ എന്ത് ചെയ്തു? കരുണയുള്ളവനാകണമെങ്കിൽ അവന് ജഡം ധരിക്കണമായിരുന്നു, അവൻ മനുഷ്യനായി ഭൂമിയിൽ വരണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഒരു ദൂതനും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു ദൈവത്തിനും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ നീതി. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പണ്ട് പറഞ്ഞതാ, ദൈവത്തിന്റെ സ്നേഹം എന്തു പറഞ്ഞു? മനുഷ്യനെ രക്ഷിക്കണമെന്ന്. പക്ഷെ ദൈവത്തിന്റെ നീതി ഒരു കാര്യം പറയുന്നുണ്ട്, തെറ്റിന് ശിക്ഷ കൊടുക്കണമെന്ന്. ഇത് രണ്ടും കൂടെ യോജിക്കുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായി നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നതുകൊണ്ട് നമുക്ക് വേണ്ടിയുള്ള ഈ പാപപരിഹാര പ്രക്രിയ പരിപൂർണമായി അവൻ ചെയ്തു തീർക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ ഈ ലീഗൽ കോർട്ടിൽ ഒരു വാദം വന്നാൽ, വാദത്തിന് മുമ്പിൽ യേശു കർത്താവ് ചെയ്ത
പ്രവർത്തിക്കകത്ത് തിരിച്ചൊരു മറുപടി പറയാൻ പറ്റത്തില്ല. ഏത് നിലയിൽ ചെയ്യുന്ന അത്രയ്ക്ക് പരിപൂർണമായിട്ട് അവൻ ചെയ്തു. അതുകൊണ്ടാണ് പിശാച് കുറ്റം വിധിക്കുന്ന പിശാചിന് പോലും നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആ നീതി പ്രവൃത്തിയുടെ മുമ്പിൽ പിശാചിന് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലയിലാണ് കർത്താവ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ വായിച്ചോ, രണ്ടാമത് നമ്മൾ വായിച്ചപ്പോൾ ഈ വാക്യത്തിൽ ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കും, വെറും മഹാപുരോഹിതനല്ല, വെറും പുരോഹിതനല്ല മഹാപുരോഹിതൻ, വെറും മഹാപുരോഹിതനല്ല വിശ്വസ്ത മഹാപുരോഹിതൻ. നമുക്ക് ചില ആൾക്കാരെ പറ്റി പറയത്തില്ലേ, ഓ അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലടാന്ന്. അവനോട് വിശ്വസിക്കാൻ നമ്മുടെ കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് വർത്തിയാണ്, ഡിപ്പെൻഡബിൾ ആണ്, റിലയബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മളെ എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. കാര്യം നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതനാണ്. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതൻ. ഏതാ? തിങ്സ് റിലേറ്റഡ് ടു ദ ലോർഡ്. ഇങ്ങനെ എഴുതിക്കുക, തിങ്സ് പെർട്ടൈനിങ് ടു ഗോഡ്. ദൈവവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം വിശ്വസ്തനായ മഹാപുരോഹിതനാണ്. നമ്മുടെ കർത്താവിന്റെ വിശ്വസതയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒത്തിരി വാക്യങ്ങൾ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല, ഒത്തിരി വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ എന്ത് ചെയ്യുന്നു? വിശ്വസ്തനായി പാർക്കുന്നു. അതുപോലെ നമ്മൾ എബ്രായലേഖനം 3:2 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നല്ലോ യേശു എന്ത് ചെയ്തു? വിശ്വസ്തനായിരുന്നു. എബ്രായർ 10:23 വായിക്കുമ്പോൾ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ നമ്മൾ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 1:9 വായിക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാണെന്ന് വായിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത കാണാൻ പറ്റും. ഇന്ന് രാത്രികാലവും നമുക്ക് ദൈവസന്നിധി കടന്നു വരുമ്പോൾ വളരെ ഉറപ്പുള്ള കാര്യം, നമുക്ക് വേണ്ടിയുള്ള ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ ആ വിഷയം, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാനത് വിശദീകരിക്കുന്നില്ല. അവിടെ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി ഈ എബ്രായലേഖനം മുഴുവൻ വായിക്കുമ്പോൾ മഹാപൗരോഹിത്യത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നെ പഠിക്കാൻ വരുമ്പോൾ ആ വിഷയങ്ങൾ വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടി കടന്ന മഹാപുരോഹിതൻ, കൂടെ യാഗം അർപ്പിക്കേണ്ടാത്ത മഹാപുരോഹിതൻ, ഒരിക്കലായി യാഗം കഴിപ്പിച്ച മഹാപുരോഹിതൻ, എന്നേക്കും മഹാപുരോഹിതനായിരുന്നവൻ, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നാം ഏറ്റുപറയുന്ന മഹാപുരോഹിതൻ. ഇങ്ങനെ ഈ എബ്രായ ലേഖനത്തിൽ മുഴുവൻ യേശു കർത്താവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ, അതിന്റെ സിമ്പിൾ കീവേഡ് ഇത്രയുമാണ് ഞാൻ പറഞ്ഞത്. 4-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരൊറ്റ വാക്കാണ്. കാര്യം നമ്മൾ വായിക്കാൻ, നമ്മുടെ ബലഹീനതകൾ ഈ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ തൽസമയത്ത് അവന്റെ സന്നിധി നമുക്ക് കടന്നു ചെല്ലാം. ഞാൻ അടുത്ത വാക്യോട് വായിച്ച് ഈ അധ്യായം അവസാനിപ്പിക്കട്ടെ. നമ്മൾ അതിന്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. 18-ാം വാക്യോട് വായിച്ചു, അവിടെ പറയുന്നത് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നമ്മൾ വായിച്ചു, ഒന്നുകൂടെ വീണ്ടും പറയാം. 8-ാമത്തെ കാര്യം, താൻ ജഡമെടുത്തതിന്റെ കാരണം പറയുക, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. ഹീസ് ഏബിൾ ടു ഹെൽപ്പ് ദം. എങ്ങനാ? വെറുതെ അല്ല. എങ്ങനെ വായിക്കുന്ന വാക്യം? താൻ തന്നെ പരീക്ഷിച്ച്, നിങ്ങൾ ആ വാക്യം തുടങ്ങുന്നത് വായിച്ചു വയ്ക്കുക. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ, ഞാൻ പറഞ്ഞു കഷ്ടതയിൽ കൂടി കടന്നുപോയി താൻ പരീക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ പറ്റുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയാം, നമ്മൾ പരീക്ഷിക്കപ്പെട്ട് കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, അതേ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവനോട് കരുണ തോന്നും. അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടാണ് ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആ വേദന അറിയുന്നവന്, ആ പ്രശ്നത്തെ പറ്റി ബോധ്യമുള്ളവന്, അല്ലാത്തവൻ മേളി എന്ന് വെറുതെ ഇങ്ങനെ പറയത്തേ ഉള്ളൂ. പക്ഷെ കരുണയുള്ള മഹാപുരോഹിതനായി യേശു കർത്താവ് നമുക്ക് വേണ്ടി ആയതുപോലെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതാ. ഹല്ലേലൂയ. അത് നമ്മൾ ഈ കടന്നു പോകുന്ന കഷ്ടതകള്, പ്രശ്നങ്ങള്, ഞാൻ പറയും നമുക്ക് എല്ലാവർക്കും ഒരേ നിലയിലുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പം മനോജ് ബ്രദറിനുള്ള പ്രശ്നമല്ല മനുബ്രദറിനുള്ളത്, അതല്ല നമ്മുടെ ബ്ലസ്സനുള്ളത്. കാര്യം ഓരോരുത്തർക്കും ഓരോ നിലയിലാണ്. പക്ഷേ സഭയായിട്ട് വരുമ്പോൾ ഇതെല്ലാം നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി കരുണ കാണിപ്പാൻ തക്കവണ്ണം ഒരുക്കുന്നതായി മാറണം. അതുകൊണ്ട് നമ്മളിങ്ങനെ വായിക്കുന്നത് പരീക്ഷിക്കപ്പെടുന്നു. ഇവിടെ ഒരു വാക്യം പറഞ്ഞത് ഞാൻ പറഞ്ഞ അവസാനം, സമയം കഴിഞ്ഞല്ലോ. താൻ തന്നെ പരീക്ഷിക്കപ്പെട്ടവനായി കഷ്ടം അനുഭവിച്ചിരിക്കുക. എങ്ങനെയാ? താൻ തന്നെ പരീക്ഷിക്കപ്പെട്ട്. ഒരു കാര്യം പറയുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്,
ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം വ്യക്തമാക്കാൻ വേണ്ടിയാ. ദൈവത്തെ എന്ത് ചെയ്യില്ല, ദൈവത്തെ ആർക്കും പരീക്ഷിക്കാൻ വായിച്ചിട്ടില്ല. യാക്കോബിന്റെ ലേഖനം ഒന്ന് എടുത്തു, ജെയിംസ്. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തില്, ഞാൻ അതുകൂടെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചു. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ശ്രദ്ധിക്കുക, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്ത ഡിവിനിറ്റിയുടെ ഒരു പ്രത്യേകതയാ. ആർക്കും അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പരീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ യേശു കർത്താവ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, സ്വയം പരീക്ഷിക്കപ്പെട്ടു. നമ്മളെ വായിച്ച വാക്യം എങ്ങനെ, താൻ തന്നെ പരീക്ഷിതനായി, താൻ തന്നെ എന്ത് ചെയ്യും. അന്നേരം ഇവിടെ മനസ്സിലാക്കേണ്ടത് യേശു കർത്താവിന്റെ ഡിവിനിറ്റി അല്ല പറയുന്നത്, താൻ ജഡമെടുത്തതിനെ പറ്റിയാ പറയുന്നത്. എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവത്വത്തിന് പരീക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. യേശു കർത്താവ് മനുഷ്യത്വത്തിൽ താൻ സ്വയം എന്ത് ചെയ്തു, പരീക്ഷിക്കപ്പെട്ടു. എങ്ങനാ? ഞാൻ ഈ വാക്യം വായിച്ചു, പിന്നെ രണ്ട് നിലയിൽ അർത്ഥമുണ്ട്. കർത്താവ് സ്വയം പരീക്ഷിതനായി എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എങ്ങനെ? നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 2:23 തോന്നുന്നു, ഇങ്ങനെ വായിക്കുന്നു, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. താൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമക്കുമ്പോഴാണ് ഈ പരീക്ഷ വരുന്നത്. എന്നാൽ താൻ സ്വയം എന്ത് ചെയ്തു, പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ, നമ്മൾ വായിച്ച വാക്യത്തില്, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായം ചെയ്യുവാൻ കഴിവുള്ളവനാകുന്നു. ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. നമുക്കറിയാം, ഈ 8 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് പറഞ്ഞത് 3 കാര്യങ്ങളിൽ ഒന്ന്, ജനത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് കരുണയുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അവൻ കരുണയുള്ളവനായതുകൊണ്ട് നമ്മൾ പിന്നെ വായിച്ചു. രണ്ടാമത് നമ്മൾ വായിച്ചത് അതിൻ്റെ 7-ാമത്തെ കാര്യം ഇതായിരുന്നു, ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനായിരുന്നു. ഹല്ലേലൂയ. 3-ാമത് നമ്മൾ വായിച്ചത്, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായം നൽകുവാൻ തക്കവണ്ണം മതിയായവനായിരുന്നു. ഇതിൻ്റെ എല്ലാം പിമ്പിൽ ഞാൻ പറയാം, കഷ്ടത. നിങ്ങൾ വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പരീക്ഷയും കഷ്ടതയും ഒക്കെ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളും വായിച്ച ഭാഗത്ത് വായിച്ചതാ. പരീക്ഷയും കഷ്ടതയും ഒക്കെ ദൈവമക്കളുടെ ജീവിതത്തിലുള്ളതാ. എന്തിനാണെന്നറിയാമോ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ, ഞാൻ പറയാം, നമ്മളൊരു പൗരോഹിത്യ ശുശ്രൂഷ, പുരോഹിതനാകാൻ വേണ്ടി അവരൊരു പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് ഒരുവൻ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രികാലം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്ന് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. എല്ലാവർക്കും കേട്ട വചനത്തിനായിട്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 8 കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഹല്ലേലൂയ. ആ 8 കാര്യങ്ങൾ, കർത്താവിൻ്റെ ജഡത്തിൽ വന്ന 8 കാര്യങ്ങൾ നമ്മളെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ശ്രേഷ്ഠകരമായി ജീവിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മളെ അതിനുവേണ്ടി ഒരുക്കുവാൻ ദൈവം ചെയ്തു. ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴും അനുബ്രദർ